ഗുഡ് മോർണിംഗ്, രജിത ബാലു ആണേ. ഇന്നും മോഹന ഓർക്കിഡ്സിലെ ഒരു എപ്പിസോഡുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. നമ്മൾ അടുത്ത ക്ലാസ്സിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും കാണണം. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും, അതായത് ഓർക്കിഡ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും മറുപടി തരാനായിട്ട് മോഹനേട്ടൻ തയ്യാറാണ് കേട്ടോ. നിങ്ങൾ ചോദിക്കണമെന്ന് മാത്രം. അപ്പോഴേ ചോദിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് അവതരിപ്പിക്കുക എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കേടുപാടായിട്ട് ഉള്ള ഓർക്കിഡുകളുടെ പാർട്സോ ഓർക്കിഡ് മുഴുവനോടെയോ ഒക്കെ വീഡിയോയോ ഫോട്ടോയോ എടുത്തിട്ട് മോഹനേട്ടൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുക. അതിന് പേഴ്സണലായിട്ടും മറുപടി കിട്ടുന്നതാണ്. പിന്നീട് നമ്മൾ അത് വീഡിയോയിലൂടെയും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മോഹനേട്ടനെ ഫോണിൽ വിളിക്കുമ്പോൾ വൈകിട്ട് 7 മണിക്ക് ശേഷം വിളിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഞാൻ ഓർക്കിഡുകൾ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഓർക്കിഡുകളുടെ പൂവുകൾ കാണുമ്പോൾ എൻ്റെ ആഗ്രഹം കൂടി വരുന്നു. അതിനാൽ എല്ലാ ഓർക്കിഡ് ഫ്ലവർ ഷോകളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. ഓർക്കിഡ് വളർത്തിയേ മതിയാവുള്ളൂ എന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഏത് സ്റ്റേജിൽ എത്തിയ ഓർക്കിഡ് തൈകളാണ് ഞാൻ വാങ്ങേണ്ടത്? ഏതിനം ഓർക്കിഡ്? അങ്ങനെ കുറേ സംശയങ്ങൾ ഉണ്ടെനിക്ക്. തുടക്കക്കാരി എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമാണ്. വീഡിയോയിലൂടെ എനിക്കുള്ള മറുപടി പറഞ്ഞു തരാമോ? പറ്റുമെങ്കിൽ മോഹന ഓർക്കിഡ്സിൽ നേരിട്ട് വരാനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഓർക്കിഡ് പൂവുകൾ കണ്ട് വല്ലാണ്ട് അതിൽ മനം മയങ്ങിയിരിക്കുകയാണ്. കൂടാതെ ഫ്ലവർ ഷോകളും മറ്റും കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സ് വല്ലാതെ ഓർക്കിഡിൽ ആയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓർക്കിഡ് വളർത്തിയാൽ മതിയാവുള്ളൂ. നിങ്ങൾ തുടക്കക്കാരുമാണ്. ഈ സമയത്ത് ഏത് ചെടിയാണ് വളർത്തേണ്ടത് എന്ന് ആണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുമോ, പോട്ട് ചെയ്ത ചെടി മേടിക്കാൻ കിട്ടും. 4 ഇഞ്ചിലായാലും 6 ഇഞ്ചിലായാലും പോട്ട് ചെയ്ത് നല്ല ചെടിയിൽ കിട്ടാൻ നോക്കുക. അങ്ങനത്തെ ചെടിയാണ് ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. 5-10 ചെടി, അല്ലെങ്കിൽ 10 രൂപ ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറേ പല കളറിലുള്ള പല ചെടികൾ മേടിക്കാൻ കിട്ടും. മേടിച്ച് കൊണ്ടുവന്നിട്ട് അതിനെ പരിപാലിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞത് ചെടി നന്നാവട്ടെ ധാരാളം വെള്ളം ഒഴിക്കലല്ല. വെള്ളം ഒഴിക്കും മുമ്പായിട്ട് എപ്പോഴും നമ്മൾ ചെടിച്ചട്ടിയിൽ കൈ വെച്ച് നോക്കണം. വെള്ളത്തിൽ നനവ് കൂടുതലാണെങ്കിൽ വെള്ളം നിയന്ത്രിക്കുക, വളരെ കുറച്ച് കൊടുക്കുക. ചില ദിവസം കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ വെള്ളത്തിന് തീരെ ഡ്രൈ ആവാൻ പാടില്ല. തീരെ ഡ്രൈ ആയാലും ചെടി കേടായിട്ടൊന്നുമല്ല, പക്ഷെ പാകത്തിന് ഈർപ്പം വേണ്ടു, ചെറിയൊരു ഈർപ്പം വേണ്ടു. ആ രൂപത്തിലുള്ള നനവ് കൊടുക്കുക. പിന്നെ വളം കൊടുക്കുക. നിങ്ങളിപ്പോൾ പൂവ് ഉണ്ടായിട്ടില്ലാത്ത ചെടിയാണെങ്കിൽ 19 3 അടങ്ങിയിട്ടുള്ളത് കൊടുക്കുക. അത് ഒരു 5 ഗ്രാം വെച്ച് ഒരു ആഴ്ചയിൽ തവണ നമ്മുടെ സൗകര്യം പോലെ ആഴ്ചയിൽ വേണം ഒഴിവ് കിട്ടുന്നില്ല. ഈ ജോലിക്കാർക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒഴിവ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ 4 ദിവസം ഒരിക്കലേക്കായിട്ട് കൊടുക്കാവുന്നതാണ്. ആ പറഞ്ഞ പോലെ തന്നെ ഇത് കൂടാണ്ട് NPK കൂടാണ്ട് കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുക. കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുമ്പോൾ തനിയെ കൊടുക്കുക, അതിന് വേറെ ഒന്നും മിക്സ് ചെയ്തിട്ട്. പിന്നെ നിങ്ങൾ ബോറോൺ, അയൺ മുതലായതും അമിനോ ആസിഡുകൾ ചേർന്ന വളങ്ങൾ കൊടുത്തോളൂ. ഇങ്ങനെ കൊടുത്തു വരുമ്പോൾ ദിനംപ്രതി എന്നോണം, അതായത് ചെടികൾ നന്നാവുന്ന അനുസരിച്ച് നിങ്ങളുടെ മാനസികാവസ്ഥ അങ്ങനെ നല്ല ഉണർവിലേക്ക് വരും. ചെടികളും വളരില്ല. ചെടിയുടെ ഇങ്ങനെ ചെടിയുടെ വളർച്ചയുടെ ഇതനുസരിച്ചിട്ട് നിങ്ങളും മാനസികമായിട്ട് വളർന്നു വരും. ഒരു അധികം താമസിയാത്ത ചെടി കൂടാൻ തുടങ്ങും. അതായത് ഒരു കൊണ്ടുവന്നിട്ട് പ്രായത്തിനനുസരിച്ചിട്ട് 1 വർഷം കൊണ്ടാകുമ്പോഴേക്കും നല്ലപോലെ പൂവ് കിട്ടണം. ആ പരുവത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെടി പൂക്കുന്നതാണ്. പൂക്കാറാവുമ്പോൾ നിങ്ങൾ ഈ 19 എന്നുള്ള 13, 27 കൊടുക്കുക. ചെടിയൊക്കെ നന്നായി വരും, നല്ലപോലെ പൂ വരും. ഈ കാലഘട്ടത്തിൽ, ഈ കാലയളവിൽ നിങ്ങൾക്ക് മറ്റു ഓരോ ചെടികളും ഓർക്കിഡിൽ വേറെ ചെടിയുണ്ടല്ലോ. വാൻഡയുണ്ട്, മുക്കാറയുണ്ട്, അങ്ങനെ കാറ്റ്ലിയുണ്ട്. ഇങ്ങനത്തെ ചെടികളൊക്കെ വെച്ച് കേടാവാത്ത ചെടികളില്ല. ഇവ ഓരോന്ന് വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങും. ഇതേമാതിരി വളർന്നു ചെയ്യാൻ മതി. അപ്പോൾ മേടിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. എങ്ങനെയാണിത് വളർത്തേണ്ടത് ചെറിയൊരു ഐഡിയ പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ കൊണ്ടുവന്ന് വളർത്തുമ്പോൾ അതിന് ചില ദോഷങ്ങൾ കാണുമ്പോൾ
അത് ചോദിച്ചറിയാം. ചോദിച്ചറിയുമ്പോൾ നിങ്ങൾക്കൊരു അറിവുണ്ടാവുക ചെയ്യുന്നത്. എപ്പോൾ ചെടി മേടിക്കുമ്പോഴും ഇലയുടെ അടിയിൽ കേടുള്ളത്, ചെടി ഇലപ്പുള്ളി കാണാം, ഇലയുടെ അടിയിൽ കരിമ്പനോ അല്ലെങ്കിൽ റെസ്റ്റോ ഉള്ള ചെടി, ആ ചെടികളൊന്നും മേടിക്കരുത്. എപ്പോഴും ഇല ക്ലീനായ ചെടികൾ നിങ്ങൾ മേടിക്കാൻ പാടുള്ളൂ. അവർക്കാണ് ധാരാളം വളർച്ച കിട്ടുള്ളൂ. അങ്ങനത്തെ ചെടികൾ എവിടുന്നായാലും മേടിക്കാൻ പാടുള്ളൂ. അത് മേടിച്ച് കൊണ്ടുവന്ന് ഈ ചെടികൾ പൂവാകുമ്പോഴേക്കും അതും പൂവാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ, സ്വന്തമായൊരു ഐഡിയ ഉണ്ടായി. പിന്നെ അതിലിടയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാനത് പറഞ്ഞു തരും. ഇതറിയാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വരുന്നും വേണ്ട. കാരണം ചിലപ്പോൾ അടുത്തുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ വന്ന് പോകാൻ കഴിയും. ആ ദൂരത്തുനിന്നൊക്കെ ആണെങ്കിൽ വരാൻ പറ്റില്ലല്ലോ. ആ വേണമെന്നില്ല. പിന്നെ ഈ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ആവശ്യം വരുമ്പോൾ എന്നോട് വിളിച്ച് ചോദിക്കുക. എന്തെങ്കിലും ആവശ്യത്തിൽ വിളിച്ചിട്ട് ചോദിക്കുന്ന എപ്പോഴും 7 മണിക്ക് ശേഷം വിളിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യും. ഡെൻഡ്രോബിയം വെയിലത്തും മഴയത്തും വളർത്താമെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ മഴയ്ക്ക് ഒരു സ്വഭാവവും വെയിലിന് മറ്റൊരു സ്വഭാവവുമല്ലേ? ഇതെങ്ങനെ പൊരുത്തപ്പെടും? മാത്രവുമല്ല, ചട്ടിയിൽ പിടിപ്പിക്കുമ്പോൾ ഏത് മീഡിയയാണ് ഉപയോഗിക്കേണ്ടത്? ചട്ടിയിൽ വളർത്തുന്ന പ്രായമായവരാണ് വെയിലത്തും മഴയത്തും ഉണ്ടാവുള്ളൂ. ഒരു തൈ കൊണ്ടുവന്നു, അല്ല ഒരു മെച്ചൂർ പ്ലാന്റ് കൊണ്ടുവന്നു, അതിനെ വെയിലത്ത് വയ്ക്കുക, അത് ഉണങ്ങിപ്പോകും. വെയിൽ കൊണ്ടിട്ട് ഇല പൊള്ളി എല്ലാം ഉണങ്ങിപ്പോകും. പിന്നീട് മുളച്ച് വരുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാവില്ല. കുറച്ച് പ്രായമായ ചെടി, ഇപ്പോൾ നമ്മൾ ഒരു മെച്ചൂർ പ്ലാന്റ് കൊണ്ടുവന്നു, പൂത്ത് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് അതൊന്നും കൂടി നല്ല കരുത്തിൽ വന്ന നേരത്തെ ആ ചെടീനെയാണ് നമ്മൾ മഴയത്തേക്കും വെയിലത്തേക്കും മാറ്റി വെച്ചാൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കരിയിൽ മാത്രം ഇട്ട് വയ്ക്കുക. വേറെ ചകിരിത്തൊട്ടോ മറ്റൊന്നും അതിൽ ചേർക്കാൻ പാടില്ല. ഈ ചകിരിത്തൊട്ട് വെച്ചുകൊണ്ട് കുഴപ്പമില്ല. ചകിരിയുടെ പൊളി ഉണ്ടായിരിക്കും. പൊളി നീളത്ത് പൊളിച്ചിട്ട് 2-3 പൊളി വേണമെങ്കിൽ വെക്കാവുന്നതാണ്. പക്ഷെ കരിയാണ് കൂടുതൽ. നീളം കൂടിയ നല്ല കരികൾ കിട്ടും, വലിയ കരികൾ കിട്ടും. ആ കരികളിട്ട് പോട്ട് ചെയ്തതാണെങ്കിൽ ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും അത് കരിമിൽ വേര് പിടിച്ച് കാണും. അങ്ങനത്തെ ചെടികൾ ഒരു മഴക്കാലത്താണ് ആദ്യം നമ്മൾ മഴയത്തേക്ക് മാറ്റേണ്ടത്. മഴയത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ മഴയത്ത് ആ മഴ കൊണ്ടിട്ട് രോഗങ്ങൾ വരും, പലതൊക്കെ വരും. രോഗങ്ങൾ വരുന്നിടത്ത് നമുക്ക് മരുന്നടിച്ചിട്ടും കാര്യമില്ല. മരുന്നടിച്ചാലും പിന്നെ മഴ പെയ്യല്ലേ, ആ മരുന്ന് അപ്പം തന്നെ ആ ഇത് മാറും. നശിച്ച് പോകാണ്ടാണെങ്കിൽ ആ മഴക്കാലത്ത് നശിച്ച് പോകും. പിന്നെ മഴയില്ലാത്ത സമയത്താണ് നമുക്ക് വളം ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും മഴക്കാലം ചെയ്യുമ്പോൾ ചെടികൾ ശരിക്കും നന്നായി വരഞ്ഞ് മഴയിൽ നിന്ന് പലതും ചെടികൾ കിട്ടുന്നുണ്ട്. ഇടി വെട്ടുന്ന നേരത്തൊക്കെ നൈട്രജൻ ധാരാളം കിട്ടുന്നുണ്ട്. നൈട്രജൻ കിട്ടിയാൽ തന്നെ ചെടികൾ നന്നാവുന്നുണ്ട്. ഇത് കൂടാണ്ട് ഈ ചെടികളിലെ സൂക്ഷ്മജീവികൾ തന്നെ പലതും ചെടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് മഴയത്ത് വളർന്ന് വേറെ സൂക്ഷ്മജീവികൾ ചെയ്യുന്ന ഒരു ആസിഡ് പോലത്തെ ഒരു ദ്രാവകം പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ അത് ചെടികൾക്ക് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല, ഈ സൂക്ഷ്മജീവികളെ പറ്റി നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ചില വീട്ടിലൊക്കെ ധാരാളം ഡെൻഡ്രോബിയം പൂത്തുക്കൾ കാണും, ഒരു വളം ചെയ്യാണ്ട് പൂത്തുക്കൾ കാണുന്നുണ്ട്. അതിൻ്റെ രഹസ്യമൊക്കെ ഇത് തന്നെയാണ്. അപ്പം മഴക്കാലത്ത് കേടില്ലാണ്ട് കിട്ടിക്കഴിഞ്ഞ് പിന്നെ വരുന്ന വേനൽക്കാലമാണ്. ആ വേനൽക്കാലത്ത് വരുമ്പോൾ നമ്മൾ ചെടികൾക്ക് വളം ചെയ്യാനും മറ്റൊക്കെ തുടങ്ങും. പിന്നെ രോഗലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മരുന്നടിക്കാനും കഴിയും. അപ്പം വേനൽക്കാലത്ത് വിലക്ക് തുടങ്ങുമ്പോൾ നമ്മൾ നനയ്ക്കേണ്ട ശ്രദ്ധിക്കുക, നനയ്ക്കാൻ നന്നായി കൊടുക്കുക. രോഗങ്ങൾ കാണും. മഴക്കാലം കഴിഞ്ഞ് മഞ്ഞ് ആരംഭിക്കുന്നതോട് കൂടിയിട്ട് പല രോഗങ്ങൾക്ക് വരാൻ തുടങ്ങും. ഈ രോഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ മരുന്നടിക്കാം, അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കും. അപ്പം മഴക്കാലത്ത് രോഗം സത്യത്തിൽ കുറേയാണ് ചെയ്യുന്നത്. ഈ മഞ്ഞിൻ്റെ കാലം ആരംഭിക്കുമ്പോഴാണ് ഈ രോഗങ്ങൾ, ഇല മഞ്ഞളിപ്പ് മറ്റൊക്കെ കാണുന്നുണ്ട്. വേനൽക്കാലത്ത് അത്രയില്ല. വേനൽക്കാലത്ത് വളരെ അപൂർവമായിട്ട് രോഗങ്ങൾ വരുള്ളൂ. അത് മഞ്ഞുകാലം കഴിഞ്ഞു ഇട്ട് വരുന്നത് വേനൽക്കാലമാണ്. വേനൽക്കാലത്ത് വരുമ്പോൾ നല്ല സമൃദ്ധിയായ നന്നായി നനയ്ക്കാവുന്നതാണ്. വേണമെങ്കിൽ 2 നേരം നനയ്ക്കാൻ വേലത്ത് തൊട്ടോ ഒരു കുഴപ്പമില്ല. ആ വെയിലും കൂടി കഴിഞ്ഞ് ഒരു മഴക്കാലം കഴിഞ്ഞ് മഞ്ഞുകാലം കഴിഞ്ഞ് വേനൽക്കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടിയുടെ കേട് തീർന്നു, അത് ആരോഗ്യവാനായി മാറി. അതിന് പിന്നെ വേറൊരു മരുന്നോ രോഗമോ ഒന്നും വരില്ല. അപൂർവമായിട്ട് രോഗങ്ങൾ തന്നെ വരുന്നുള്ളൂ. നന്നായി പൂക്കം ചെയ്യും. ധാരാളം വളത്തിൻ്റെ ആവശ്യമില്ല. ചെറിയമായൊരു വളം വേണ്ടു. അത് വേനൽക്കാലത്ത് നമുക്ക് വളം ചെയ്യാൻ പറ്റുള്ളൂ. വേനൽക്കാലത്ത് ആവശ്യത്തിന് വളം ചെയ്ത് കഴിഞ്ഞാൽ ചെടികളിൽ നിന്ന് ധാരാളം പുഷ്പിക്കുകയും ചെയ്യും, ഇല പൊട്ടി വരം ചെയ്യും. ഒരു ചെടിയിൽ നിന്ന് അടുത്ത ഇല പൊട്ടുമ്പോൾ തണ്ടിനേലും വലിയ മുളയായിരിക്കും പൊട്ടുന്നത്. അങ്ങനെ പോകും. പിന്നെ കുറേ കഴിയുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ചെയ്യുക. ആദ്യം റിപ്പോർട്ട് ചെയ്യണ സമയത്ത് നിങ്ങൾ അതിനെ വെയിലത്ത് വയ്ക്കാൻ പാടില്ല. റിപ്പോർട്ട് എപ്പോൾ ചെടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പുതിയ വേരുകളൊക്കെ വരുന്നവരെ ഒന്ന് ക്ഷണിക്കാൻ താളത്തിൽ മാറ്റി വെച്ചിട്ട് പിന്നെ അത് വെയിലത്തേക്ക് മാറ്റണം. മഴക്കാലത്താണ് മാറ്റാൻ പാടുള്ളൂ. കരിയിൽ പൊട്ടിയാനേ പാടുള്ളൂ. ഇങ്ങനെ ചെയ്താൽ
വളരെ നന്നായിരിക്കും നിങ്ങളുടെ ചെടി. ഞാൻ എൻ്റെ ചെടികൾക്ക് 19-19-19 ആണ് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാവശ്യം 2 തണ്ടുകളിൽ പൂവുണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ പൂവൊന്നും ഉണ്ടാകുന്നില്ല. ചെടി ധാരാളം ബുഷിയായി തന്നെയാണ് നിൽക്കുന്നത്. 6 ഇഞ്ചിൻ്റെ പോട്ടിലാണ് ഇത് നിൽക്കുന്നത്. ഇനി ഇത് പൂവുണ്ടാകുവാനായി ഏത് വളമാണ് നൽകേണ്ടത്? അതോ 19-19-19 മാറ്റണമോ, മൺചട്ടിയിലേക്കും മാറ്റണമോ? 19-19-19 കൊടുത്തുകൊണ്ട് ചെടി ബുഷിയായതല്ല കേട്ടോ. 19-19 എന്നുള്ള സാധാരണ ഒരു വളർന്ന് മാത്രമേ ഉള്ളൂ. ഈ ബുഷിയാവുന്ന കുറച്ച് ചെടികളുണ്ട്. അതിന് ഡെൻഡ്രോബിയത്തിൽ ബുഷിയാവുന്ന വളരെയധികം ചെടികളുണ്ട്. അവയുടെ സ്വഭാവമാണ് ആ ബുഷിയായിട്ട് വളരാന്നുള്ള വിവരം. ധാരാളം ഇളപെട്ട് നന്നായി വരെ ചെയ്യും. 19-19 കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൂവായിട്ടുണ്ടെങ്കിൽ അത് മെച്ചുവർ ആയിട്ടുണ്ട്. അത് രണ്ട് തണ്ടുമ്പോൾ പൂവ് വന്നിട്ടുണ്ടെങ്കിൽ അത് മെച്ചുവർ ആയിട്ടെന്നുള്ളത് കാണിക്കുകയാണ്. മെച്ചുവർ ആവുന്നു. ഈ സമയത്ത് ചിലപ്പോൾ ആ ചട്ടിയിൽ 6 ഇഞ്ചിൻ്റെ ചട്ടിയിൽ ഒതുങ്ങില്ല, ചിലപ്പോൾ മറിഞ്ഞു വീണ്ട അവസ്ഥയിലേക്ക് വായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൺചട്ടിയിലേക്ക് മാറാം. അല്ല അതിൽ തന്നെ നിൽക്കുമെങ്കിൽ നിന്നോട്ടെ, കുറച്ചുകൂടി നിന്നോട്ടെ. കാരണം അത് ശരിക്ക് മെച്ചുവർ ആവുന്നുള്ളൂ. നിങ്ങൾ വളം മാറ്റിക്കോളൂ. 19-19 മാറ്റിക്കോളൂ. ഇനി 13-27 ആയിക്കോളൂ. ഈ ഞാൻ പറഞ്ഞ വളങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തോളൂ. ചെടികൾക്ക് നന്നായി വരും. പിന്നെ ഈ ബുഷിയാവുന്ന എല്ലാ ചെടികളും വലിയ കൊല പൂ വരുന്നില്ല കേട്ടോ. ചില ചെടികൾ ആ ബുഷിയായി കണ്ട ആ ഗുണം ആ ചെടികളിൽ കാണില്ല, ചിലതിന് മാത്രം. അതൊക്കെ ചില ചെടികളുടെ പ്രത്യേകതയാണ്. വേണമെങ്കിൽ ഇതിനൊക്കെ റിപ്പോർട്ട് ചെയ്യാവുന്ന, അല്ല അങ്ങനെ തന്നെ നിർത്തിയാൽ ചില ചെടിയൊക്കെ ഹാങ് ചെയ്തിടാറൊക്കെയുണ്ട്. വേണമെങ്കിൽ ഹാങ് ചെയ്തിടാം. അല്ലെങ്കിൽ മൺചട്ടിലേക്ക് മാറണം എന്ന് വെച്ചില്ലത്. കാരണം ബുഷിയായ ചെടി ഉയരധികം വയ്ക്കില്ലല്ലോ, ബുഷിയായിട്ടിന് പോവുള്ളൂ. ആ ചെടിയുടെ സ്വഭാവമാണ്. അപ്പോൾ ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ 1-2 ആക്കിയിട്ട് വീണ്ടും വയ്ക്കുക ചെയ്യാം. പക്ഷേ മിക്കവാറും ഈ ബുഷിയാണ് ചെടിയിലത്തെ പൂവിൻ്റെ അത്ര വലിയ വില കിട്ടില്ല. പിന്നെ കോമ്പാക്റ്റ് അനുഭവപ്പെട്ടുള്ള ചില ചെടികളുണ്ട്. യായ സ്പ്ലാഷ്, അങ്ങനെ കുറേ ചെടികൾക്ക് വരുന്നുണ്ട്. അവരെ കൊലയൊക്കെ 4 മാസം നിൽക്കാവുന്ന ചില കൊലകളൊക്കെ കാണാൻ വൃത്തിയുള്ള ഭംഗിയുള്ള ചെടികൾ തന്നെയാണ്. അങ്ങനത്തെ ചെടികളൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. അതിന് വിലയിലും മാറ്റം വരും. സാധാരണ ചെടിയിൽ വിൽക്കുന്നതിന് അല്പം സ്വല്പം 50 രൂപ 100 രൂപയുടെ മാറ്റമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെടികളാണെങ്കിൽ കാണാനും ഭംഗിയുള്ളതാണ്. അത് ചെയ്ത് പരിചയമുള്ളവന് അതിനെപ്പറ്റി അറിയാവുന്ന കാര്യമാണ്, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഉയരം വയ്ക്കാത്ത ചെടി ഇങ്ങനെ ബുഷിയായി വളർന്നിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല ഹാങ് ചെയ്തിട്ടുള്ളൂ, കാണാൻ ഭംഗിയാണ്. പൂവില്ലെങ്കിൽ കാണാൻ ഭംഗിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2-3 ആക്കിയിട്ട് വയ്ക്കാം, വളർത്തിയെടുക്കാം. നല്ല പൂവാണെങ്കിൽ അതിനെ കൈവശം വയ്ക്കാം. ഇല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കാർക്ക് എനിക്ക് കുറേ കൊടുത്ത് അവസാനിപ്പിക്കാം. എൻ്റെ വീട്ടിൽ സോണിയ ഇനത്തിൽപ്പെട്ട 2 ചെടികൾ ഉണ്ടായിരുന്നു. അന്ന് അതിൽ നീളത്തിലുള്ള വലിയ കുലപ്പൂക്കളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. കുലകൾ വരുന്നുണ്ടെങ്കിലും പൂക്കളുടെ എണ്ണം കുറയുകയും കുല ചെറുതാവുകയും ചെയ്തിരിക്കുന്നു. ആദ്യം വന്നിരുന്ന ഷൂട്ടുകൾ നല്ല ആരോഗ്യമുള്ളവയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും ബലക്കുറവും അതുപോലെ തന്നെ തളർന്ന അവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. ഇതിനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? ഒരു കാരണവശാലും ഇതിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. 3 വർഷം കഴിഞ്ഞു എന്നല്ല പറഞ്ഞത്. 3 വർഷം കഴിഞ്ഞ ചെടികൾ ഒരേ ചട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് പൂത്ത് നല്ല കൊല കിട്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ പരിധിയായി. കാരണം കൃത്യമായി വളർന്നതിന് കിട്ടുന്നില്ല. ഒന്നാമത് സോണിയ എന്ന് പറഞ്ഞ ചെടി കൃഷി ചെയ്യുന്ന ചെടിയാണ്. നന്നായി വലിയ കൊല പൂവ് കിട്ടും. ആ പൂവിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നതാണ് സോണിയ എന്നാണ് ചെടി. അതിന് ശരിയായ വളം കൊടുത്തിട്ട് നിർത്തി അങ്ങനെ ചെടിയോട് കൂടി കൊണ്ട് നിർത്തിയാൽ മാത്രമാണ് അത് തുറഞ്ഞേ പോവുള്ളൂ. മാത്രമല്ല അതാത് സമയങ്ങളിൽ ഒന്നുമില്ല കൃഷിക്കാർ ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. 2-3 വർഷം കഴിഞ്ഞാൽ അവനെ ഉപേക്ഷിച്ചിട്ട് പുതിയ ചെടി വയ്ക്കാറ് പതിവ്. നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് 1-2 വർഷം 2-3 വർഷം കഴിഞ്ഞതിന് പിരിച്ചെടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് 2-3 പീസൊക്കെ ആക്കിയിട്ട് മാറ്റി സെറ്റ് ചെയ്യുക. അപ്പോൾ പഴയതിനൊക്കെ എടുത്തിട്ട് തണ്ട് കൊഴിഞ്ഞ ധാരാളം പൂവ് വന്നു കഴിഞ്ഞാൽ തണ്ടുകളൊക്കെ വേർപ്പെടുത്തി പുതിയ ഇലകൾ എടുത്തിട്ട് നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ട് ആദ്യം പുതിയ വളം കൊടുത്ത് നന്നാക്കി എടുക്കാൻ കഴിയും. ഇപ്പം നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥയിൽ അതിന് വെള്ളം കുറവാണ്, വളം ഇല്ല തന്നെ. പിന്നെ ശേഷിച്ച അതിൻ്റെ പ്രായം അത്രയില്ലേ, ഏകദേശമൊക്കെ വാർദ്ധക്യം ബാധിച്ചിരിക്കുകയാണ്, വൃദ്ധ പ്രായത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുതിയ സൂട്ട് വരുന്നത്, വണ്ണം കുറഞ്ഞു വരുന്നതും തളർന്ന് കിടക്കുന്നതും ഒക്കെ പറയുന്നത്. എന്നിരുന്നാലും ഇപ്പോഴും ആ പുതിയ സൂട്ടിനെ മാറ്റിയെടുത്തിട്ട് പുതിയ തൈയിനെ
തൈനെ നമ്മളെങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നു ആ രൂപത്തിൽ കൂടെ വെച്ച് പിടിപ്പിച്ച് കൊണ്ടുവന്നാൽ ഇത് പഴയ സ്ഥിതിയിൽ കൊണ്ടുവരാൻ കഴിയും. ഒന്നല്ല, എത്ര തൈയുണ്ടോ അത്ര തയ്യനെ എടുത്തിട്ട് നിങ്ങൾക്ക് പഴയ സ്ഥിതിയിൽ കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഈ ഇരിക്കുന്ന പൊസിഷനിൽ നിർത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അത് നശിച്ചു പോകുള്ളൂ. നിങ്ങളിപ്പോൾ തന്നെ അതിനെ വേർപ്പെടുത്തി പുതിയ തൈകളെ മാറ്റി ചെറിയ 4 ഇഞ്ച് പോട്ടിൽ ചെയ്തു അതിനെ വലുതാക്കി എടുത്ത് പിന്നെ 4 ഇഞ്ചിൽ നിന്ന് ഒരു 5-6 മാസമോ 5-8 മാസം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ വലുതായിട്ടുണ്ടെങ്കിൽ വേറെ പൊട്ടിക്ക് മാറി അങ്ങനെ നന്നാക്കി കൊണ്ടുവരാം. കൃത്യസമയത്ത് വളം ചെയ്ത് അത് നന്നാക്കി കൊണ്ടുവരാം. അങ്ങനെ ചെയ്യും. മോഹനേട്ടൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെയുള്ള കെമിക്കൽ വളങ്ങൾ, അതായത് അയൺ, കാൽഷ്യം നൈട്രേറ്റ് ഇവയൊന്നും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നില്ല. ഇവയെല്ലാം അടങ്ങിയ മൈക്രോ ന്യൂട്രിയൻസ് ലഭിക്കുന്നുണ്ട് താനും. ഇത് ഓർക്കിഡ്സിന് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? മറുപടി തരണേ. നിങ്ങൾ അന്വേഷിക്കാത്തത് കൊണ്ടാണ് തനിയെ ഉള്ളത് കിട്ടാത്തത്. നമുക്ക് ആവശ്യമുണ്ട്, നമ്മൾ അന്വേഷിച്ചാലേ കിട്ടുള്ളൂ. എല്ലാ സാധനവും തനിയെ കിട്ടും. കാൽസ്യം കിട്ടും, അയണും കിട്ടും, അമിനോ ആസിഡ്, ഇതെല്ലാ സാധനം കിട്ടുന്നതാണ്. അപ്പോൾ തനിയെ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മുടെ അന്വേഷണ കുറവാണ്. നമ്മൾ അന്വേഷിക്കുമ്പോൾ സാധനം കിട്ടും. അപ്പോൾ ഒരിടത്ത് കല്ലി കിട്ടില്ല എന്നല്ല അർത്ഥം. വേറെ അന്വേഷിക്കണം. ഈ തനിയെ കിട്ടുന്നത് മേടിച്ചിട്ട് പറഞ്ഞ കൃത്യമായ അളവിൽ കൊടുക്കണം എന്നാണ് നല്ലത്. എല്ലാം ചേർന്നത് കിട്ടുന്നുണ്ട് എങ്കിലും അവർ ശരിയായ അളവിലൊന്നും ചേർന്നിട്ടില്ല. അവർ ഇതിലിപ്പോൾ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ അവർക്ക് കൊള്ളിക്കാവുന്ന ഒരളവുണ്ട്, ആ അളവിൽ മാത്രമേ കൊള്ളിച്ചുള്ളൂ എന്ന് വിചാരിച്ചത് അത് തുടരെ നമുക്ക് ദിവസേന ഓരോ പ്രാവശ്യം കൊടുക്കാനും പറ്റില്ല. ഓരോന്നിനും ഓരോ അളവുണ്ട്. ആ അളവ് പ്രകാരം കൊടുത്താലാണ് ചെടികൾ നന്നാവുള്ളൂ. അല്ലെങ്കിൽ ചിലതിൻ്റെ അളവ് കൂടി കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ഇത് ചെറിയ അളവിലുള്ളൂ, അടുപ്പിച്ച് കൊടുക്കാതെ വെച്ചിട്ട് ഈ ബോറോൺ, മഗ്നീഷ്യം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെയൊക്കെ കൂടുതൽ അളവ് ചെന്നിട്ട് ചെടികൾ കേടാവുള്ളൂ, നന്നാവില്ല. അപ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ ഡോസ് പോലെ പറഞ്ഞു കാണും. ഇതെല്ലാം കൂടി സാധനം കിട്ടുമ്പോൾ ഡോസ് പറഞ്ഞു കാണും. അത് താൽക്കാലികം കഴിച്ചു വിട്ടാൽ അതുകൊണ്ട് പ്രയോജനം വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തെന്നുള്ള മനസ്സിനൊരു സന്തോഷം തന്നെ. ഞാൻ ഇന്ന സാധനം കൊടുത്തിട്ടുണ്ട്, വെല്ലേച്ച് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. എന്നാൽ അതിലടങ്ങിയിട്ടുള്ള എന്തോരം അടങ്ങിയിട്ടുണ്ട് ആ അളവിനനുസരിച്ചുള്ള അത് പ്രവർത്തിക്കുള്ളൂ. കൃത്യമായ അളവിൽ കൊടുത്താലാണ് ചെടികൾ നന്നായി വരുള്ളൂ. മൈക്രോ ന്യൂട്രൻ്റ് കൊടുക്കുമ്പോൾ പിന്നെ ഈ മൈക്രോ ന്യൂട്രൻ്റ് ഈ പറഞ്ഞ മെഗ്നീഷ്യനും ബോറോണൊക്കെ കാണും. പിന്നെ നമ്മൾ സെപ്പറേറ്റും കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ അത് അധികമായിട്ട് വരികയാണ്. ഒരു കാരണവശാലും മെഗ്നീഷ്യനും ബോറോണും അധികമാകാൻ പാടില്ല. കാൽസ്യം അങ്ങനെ തന്നെയാണ്. ചിലർ കാൽസ്യമൊക്കെ കൂടുതൽ കൊടുത്ത് പോയിട്ടുണ്ട്. കാൽസ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം പഞ്ചിച്ച് കൊഴിഞ്ഞു പോയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിലർ ഇപ്പോൾ വളം കൂട്ടുന്നതിന് മുന്നേ തന്നെ ഈ പ്രാവശ്യം ഈ വെള്ളത്തിൽ ഇത് ചേർത്ത് കാണും. ചേർത്തിട്ട് മറന്നു പോയിട്ട് വീണ്ടും അതേ അളവിൽ വീണ്ടും വെള്ളത്തിൽ ചേർത്തിട്ട് കൊടുത്തുറക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇലയും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം അറിയാതെ സംഭവിച്ചാണ്. കാരണം കൃത്യമായ ഡോസിൽ ആദ്യം വെള്ളത്തിൽ ചേർത്തു, പിന്നീട് വളം കൊടുക്കാൻ പോണ നേരത്ത് അറിയാതെ വീണ്ടും അത്രയും കൂടി ചേർത്തു. ഇത് വളം കൊടുക്കുമ്പോൾ ഡോസ് ഇരട്ടിയാവില്ല. അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൂടി ഒരു ഓർമ്മയിലേക്ക് വേണ്ടി പറയുകയാണ്. വളം കൊടുക്കേണ്ട നേരത്ത് ചേർത്താൽ മതി. നേരത്തെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മറിഞ്ഞ് സംഭവിച്ചിട്ട് ചിലപ്പോൾ ഡബിൾ ഡോസ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നതും മൈക്രോ ന്യൂട്രിയൻ്റ് മേടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നിർത്തുള്ളൂ. കഴിയുന്നതും വേറെ കൊടുക്കുക. ഇപ്പോൾ കാൽസ്യം കിട്ടാതെ വരികയാണെങ്കിൽ കാൽസ്യം കിട്ടുകയും ചെയ്യും. കിട്ടാതെ പറഞ്ഞിട്ട് കാൽസ്യം ഗുളിക മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുമല്ലോ, അത് മേടിക്കുക. കാൽസ്യം ഗുളിക മേടിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുകയാണ്. കാൽസ്യത്തിൻ്റെ ഇത് കഴിഞ്ഞു. പിന്നെ അയണിൻ്റെ ഗുളികയും കിട്ടും, സിർപ്പും കിട്ടും. അങ്ങനെ എല്ലാം കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ ഈ സാധനങ്ങൾ മേടിക്കുക. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ കിട്ടും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞു വരുന്ന ഈ കാൽസ്യം കൂടാണ്ട് ഈ വൈറ്റമിൻ കിട്ടും കേട്ടോ. വൈറ്റമിൻ്റെ ഗുളികകൾ ഉപയോഗിക്കണം. ചെടികൾ നന്നാവാൻ നല്ലതാണ്. അതുകൂടി ഉപയോഗിച്ച് കൊടുത്തോളൂ. ചെടിക്ക് നന്നായി വരും, വളരെ നന്നായി വരും ചെടികളൊക്കെ. ഇനി വല്ല പോരായ്മയുണ്ടെങ്കിൽ ആ നേരത്ത് വിളിച്ചാൽ മതി. ഇപ്പം ഇങ്ങനെ പോട്ടെ. എൻ്റെ ഓർക്കിഡ് ചെടിയിൽ ഇലയുടെ അടിഭാഗത്തു കരിമ്പൻ വരികയും അവസാനം ഇല പഴുത്തു വീണു പോവുകയും ചെയ്തു. ഞാൻ ജൈവവളം ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ കാരണം എന്താണ് ഇതിന് പ്രതിവിധി? എല്ലാ ചെടികളിലും അങ്ങനെ വരില്ല. ചില ചെടികൾ ഈ ആൻറ്റിലോപ്പ് ഇനത്തിൽപ്പെട്ട ചെടികളാണ് കൂടുതലായിട്ട് വരുന്നത്. എല്ലാവരുടെ അടിയിൽ ഈ കരിമ്പായലൊക്കെ വരാറുണ്ട്. അത് സാധാരണയാണ്. അത്
ജൈവവളം കൊടുത്തിട്ടോ ഒന്നല്ല, രാസവളം കൊടുത്താലും ഉണ്ടാവും. എന്നാൽ എല്ലാ ചെടികൾക്കാണ് കൂടുതൽ സംഭവിക്കുന്നത് ഈ ആൻറ്റിലോപ്പ് ഇനത്തിൽപ്പെട്ട ചെടിയാണ്. ആൻറ്റിലോപ്പ് ഏരിയകളിലേക്ക് ഇലയിൽ ഈ ഇലക്കൊഴിച്ചിലിന് രോഗം വരാറുണ്ട്. ഇതിന് മരുന്ന് കരിമ്പായിൽ കാണുമ്പോൾ തുടച്ച് കൊടുത്താൽ മതി. നിങ്ങൾ തുണി നനച്ച് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലത്. അങ്ങനെ കളയാണ് നല്ലത്. മരുന്നടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കൊക്കെ ഒരു രോഗത്തിന് തുടക്കമാണ് ആ ലക്ഷണം എടുത്ത് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ ജൈവവളം കൊടുത്തിട്ട് കാണുന്നത് കുമിളുകൾ വന്ന് കയറിയിട്ട് അത് രോഗം തന്നെയാണ് കുമിളുകൾ വന്ന് കയറുന്നത്. ഇതുപോലെ തന്നെ ഇത് തന്നെയാണ് കുമിളുകൾ വന്ന് കയറിയിട്ടുള്ളതാണ്. ഈ ആൻറ്റിലോപ്പിന് പ്രതിരോധം മറ്റുള്ള ഡെൻഡ്രോബിയത്തിനകത്ത് പ്രതിരോധം കുറവാണ്. എവിടെ ആൻറ്റിലോപ്പ് വെച്ചിട്ടുണ്ടോ വളരെയധികം ശ്രദ്ധിക്കണം. ആൻറ്റിലോപ്പ് ചെടികൾ കാണാൻ പൂവുകളൊക്കെ 3-4 മാസമൊക്കെ നിൽക്കും. നല്ല മനോഹരമായ പൂവുകളൊക്കെ തന്നെയാണ്. വലിയ കൊല ധാരാളം പൂവുകളൊക്കെ കിട്ടും. പക്ഷേ മറ്റ് ഡെൻഡ്രോബിയത്തിൻ്റെ മാതിരി ഇവൻ രോഗപ്രതിരോധ ശേഷി ഇവർ എൻ്റെ അനുഭവത്തിൽ കുറവാണ് കണ്ടിരിക്കുന്നത്. തണ്ടുകളൊക്കെ ധാരാളം ഇലകളൊക്കെ പൂവാറൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം മരുന്ന് കൊടുക്കണം. ഇല കൊഴിച്ചിൽ കാണുമ്പോഴേക്കും മരുന്ന് അതിന് കൊടുക്കണം. അമിത്സാർ ടോപ്പ് കൊടുക്കുകയാണെങ്കിൽ തന്നെ സാധാരണ അമിത്സാർ ടോപ്പാണെങ്കിൽ മരുന്നായിട്ട് കൊടുക്കുന്നത് ഇല കൊഴിച്ചിലിനും ഇല മഞ്ഞളിപ്പിനും മറ്റേ വരുമ്പോൾ സാധാരണ മറ്റുള്ള ചെടികൾക്ക് 1 ml കൊടുക്കുമ്പോൾ ഇത് 1.5 ml എടുത്താൽ ഞങ്ങൾ കൊടുക്കാറ് പതിവ്. എന്നാലേ നിൽക്കുന്നുള്ളൂ. എന്നാലും ഇതിൻ്റെ അടിയിൽ കുമിളുകൾ ധാരാളം വന്ന് ചേരുന്നുണ്ട്. അങ്ങനെയാണ് ആ കുമിളുകൾ വരുമ്പോഴാണ് ഈ കരിമ്പനായിട്ട് കാണുന്നത്. കരിമ്പനം തന്നെയാണ് ഈ കരിമ്പായലൊക്കെയായിട്ട് മാറുന്നത്. പിന്നീടാണ് അതിൻ്റെ ഉള്ളിലത്തെ ആ കോശങ്ങളൊക്കെ അവർ നീരൂറ്റി കഴിയുമ്പോഴാണ് മഞ്ഞളിപ്പ് പാടുന്നുള്ളൂ. അപ്പോൾ ഈ ആ കോശദ്രവ്യങ്ങളൊക്കെ അവർ ഊറ്റിക്കഴിഞ്ഞു. ആ അവസ്ഥയിലേക്ക് എത്തരുത്. കരിമ്പനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടച്ച് കളയാണ് ഉത്തമം. തുടച്ചാൽ പോകാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ മരുന്നടിച്ചോളൂ. എക്സാകോണസോൾ ഒടിക്കുക. മഞ്ഞളിപ്പ് വരുന്നതിന് മുന്നേ തന്നെ ഈ രോഗലക്ഷണം കാണാം. അത് നിങ്ങൾ എക്സാകോണസോളോ പ്രോപ്പിക്കോണസോളോ അടങ്ങിയുള്ള മരുന്ന്, അതായത് കോണ്ടാഫോ അല്ലെങ്കിൽ ടിൽറ്റോ ഏതെങ്കിലും മരുന്ന് 2 ml ലിറ്റർ വെള്ളത്തിൽ കണ്ടാൽ തുടച്ച് കളഞ്ഞാലും ഈ മരുന്ന് അടിച്ചോളൂ. അങ്ങനെ ആൻറ്റിലോപ്പ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ മരുന്ന് എന്തായാലും ഈ മരുന്ന് കൊടുത്താൽ മതിയാവുള്ളൂ. ആ രോഗം കാണുമ്പോഴേക്കും മരുന്ന് കൊടുക്കണം. ഇല്ലെങ്കിൽ ആൻറ്റിലോപ്പ് പോകാനും സാധ്യതയുണ്ട്. മാത്രമല്ല ആൻറ്റിലോപ്പ് ചെടിയുടെ കൂമ്പ് ചീച്ചിനും ധാരാളം വരും. കാരണം പ്രതിരോധം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഈ ഇലകൾ ധാരാളം ആൻറ്റിലോപ്പ് ചെടിയിൽ ഇലകൾ ധാരാളമുണ്ടെങ്കിലും വന്നിട്ട് ഈ കീടങ്ങൾ ശൽക്കങ്ങളൊക്കെ വന്നിരുന്നിട്ട് മുട്ടയൊക്കെ ഉണ്ടാവണം. അങ്ങനെയും കൂമ്പ് ചീച്ചൽ ധാരാളം ഉണ്ടാവാൻ പതിവുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് ഈ പറഞ്ഞ മരുന്നുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആൻറ്റിലോപ്പ് നല്ല ചെടി തന്നെയാണ്. വളരെ കാലം നിൽക്കുന്നതും വലിയ പോലെ പൂ വരുന്നതും ആൻറ്റിലോപ്പ് ശ്രദ്ധിക്കുക. പറഞ്ഞവർ ചെയ്യുക. ഞാൻ PVC പൈപ്പിൽ ചകിരിക്കയർ ചുറ്റിയാണ് ഡെൻഡ്രോബിയം നട്ടത്. ഇപ്പോൾ നല്ല വലിയ ചെടികൾ ആയി പൂവും വന്നു തുടങ്ങി. ബട്ട് കയർ നശിച്ചു തുടങ്ങി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സാധാരണ ഇത് പലർക്കും പറ്റിയുള്ള അബദ്ധങ്ങളാണ്. പണ്ട് കാലത്തൊക്കെ എല്ലാവരും ഈ ഫൈബറിൻ്റെ ചകിരിയുടെ കയർ തൊണ്ടിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ചകിരി ഉണ്ടല്ലോ, ആ ചകിരിയുടെ കയറോട് തന്നെ ഈ ചിറ്റിരുന്നത്. ഇതൊക്കെ 2 വർഷം നിൽക്കുള്ളൂ. പക്ഷെ നമ്മൾ ചിറ്റുന്ന മുന്നേ ചിന്തിക്കേണ്ടതാണ്. ചെടി കൂടുതൽ ആൾ നിൽക്കുന്നതാണ്. ഇത് 2 വർഷം നിൽക്കുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇപ്പം ചെടി വലുതായി വരുമ്പോൾ കയറ് അത് ദ്രവിച്ച് മുറിഞ്ഞു പോയി. ഇനി ചന്തക്കുറവുണ്ടെങ്കിൽ ആ മുറിഞ്ഞ ഭാഗം നിങ്ങൾ മുറിച്ച് കളഞ്ഞോളൂ. ഇപ്പോഴേക്കും വേരൊക്കെ പൈപ്പിൽ പിടിച്ചിട്ടുണ്ട്. വേര് പൈപ്പിൽ പിടിച്ചാൽ മതി. അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. കയറ് മുറിഞ്ഞ് അടന്ന് പോണ ഭാഗങ്ങളൊക്കെ പറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പറിച്ചെടുത്തോളൂ. മുറിച്ചെടുക്കാൻ മുറിച്ചെടുക്കാൻ ചെയ്തോളൂ. അത്ര തന്നെ. ഇനി ശ്രദ്ധിക്കുക. ഒന്നുമില്ല പച്ച ഇതിൽ കിട്ടുന്നുണ്ട്, നെറ്റ് കിട്ടുന്നുണ്ട്. നെറ്റോട്ട് 1-2-3 റൗണ്ട് ചിറ്റ. അല്ലെങ്കിൽ അതിൻ്റെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റിൻ്റെ തന്നെ റോപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് ചിറ്റ. ഏറ്റവും നല്ല പച്ചനെറ്റ് വേണമെന്നില്ല. പച്ചനെറ്റാ കറുത്ത നെറ്റാ ചുവപ്പൊക്കെ പല ഇതിലും നെറ്റുകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് 2-3 റൗണ്ട് ചുറ്റിയിട്ട് അത് പിടിപ്പിക്കുകയാണ് കുറച്ച് നല്ലത്. അപ്പോൾ വേരുകൾക്ക് ഇറങ്ങി ചെല്ലാനും വേര് പിടിക്കാനൊക്കെ ഒരു സുഖമുണ്ട്. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ചെന്നിരുന്നൊരു തളവ് പറ്റാനൊക്കെ സാധ്യതയുണ്ട്. എന്നിട്ട് പ്ലാസ്റ്റിക് പിടിക്കാതില്ല, PVC പിടിക്കുകയൊക്കെ ചെയ്യും വേരുകൾ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അത് ചെടിയൊന്നും കേടാവില്ല. ചെടി ഇപ്പോൾ നിങ്ങളുടെ PVC പൈപ്പിൽ പിടിച്ചു കഴിഞ്ഞു. ആ ചകിരി കയറിനെടുത്ത് മാറ്റിയാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫെലനോപ്സിസ് വാങ്ങിയിട്ട് 1 വർഷം ആയി. 30-10-10, 13-27-27 കാൽഷ്യം നൈട്രേറ്റ്, എപ്സം സാൾട്ട് തുടങ്ങിയ രാസവളങ്ങൾ കൊടുത്തിട്ടും പൂവിടുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്?
ഒരു വർഷം എന്നല്ലേ പറഞ്ഞത്, ഒരു വർഷം കൊണ്ട് ഫെല്ലോസ് പൂട്ടോളം നിർബന്ധമൊന്നുമില്ല. ചില ഫെല്ലോസസ്ക്ക് 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ പൂക്കുള്ളൂ. നിങ്ങൾ കൊണ്ടത് തയ്യായിരിക്കും. ആ തൈ തന്നെ പൂക്കാൻ ഒരു 10 മാസം 1 വർഷം തന്നെ എടുക്കാറ് പതിവ്. പിന്നെ നിങ്ങൾ കൊടുക്കുന്ന വളം കൊടുക്കുന്നുണ്ടായിരിക്കും. കൊടുക്കുന്ന സമയത്ത് കൊടുത്താലേ ചെടി എടുക്കുള്ളൂ. അത് തെറ്റായ സമയത്ത് വളം കൊടുത്തിട്ട് ചില പിടിച്ചില്ലെന്ന് വരും. വളം കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക. എപ്പോഴും 4 മണിക്ക് ശേഷം വെയിലില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആണ് വളം ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേ ആ ചെടിയിൽ എടുക്കുള്ളൂ. മറ്റ് സമയത്ത് വളങ്ങൾ കൊടുത്ത ചെടി എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത സമയം തെറ്റി വളം കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ചെടി എടുത്തില്ല. വളക്കുറവുകൊണ്ട് പൂവരത്തിന് വൈകി കാണും. എന്നിരുന്നാലും ഫെല്ലോസിൽ ചെടി പൂക്കാതിരിക്കുന്നില്ല കേട്ടോ. ചെടിയൊക്കെ പൂക്കും. ചെടി നന്നായി പൂക്കൊക്കെ ചെയ്യും. 1 വർഷത്തെ കഴിഞ്ഞുള്ളൂ. ക്ഷമിക്കുക, നിങ്ങൾ പൂക്കും. അടുത്ത പൂക്കേണ്ട സമയമൊക്കെ ഉണ്ട്. 1 വർഷത്തിൽ 2 പ്രാവശ്യം ചെടി പൂക്കുള്ളൂ. ആ പൂക്കേണ്ട നേരം വരുമ്പോൾ അടുത്ത പൂക്കേണ്ട നേരം വരുമ്പോൾ അത് പൂത്തോളും. ഇപ്പോൾ മിക്കവാറും ഇപ്പോൾ പുതിയ തിരി നീട്ടുന്ന നേരമാണ്. പൂവിൻ്റെ നീട്ടുന്ന നേരമാണ് ഫെബ്രുവരി മാർച്ച്. ഇപ്പോൾ ഫെബ്രുവരിയിൽ പുതിയ പൂവിൻ്റെ തിരി നീട്ടുന്ന നേരമാണ്. ഇപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫെബ്രുവരി മാർച്ചിൽ വന്നില്ല എങ്കിൽ അടുത്ത ജൂൺ ജൂലൈയിൽ വയ്ക്കാൻ മതി. അതിനിടയ്ക്ക് ഉണ്ടാവില്ല. കെമിക്കൽ വളങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എപ്സം സാൾട്ട് ചേർത്ത് കൊടുക്കാമോ? കാൽഷ്യം നൈട്രേറ്റ് മാസത്തിൽ എത്ര തവണ കൊടുക്കാം? എപ്സം സാൾട്ട് കൊടുത്തോളൂ. നിങ്ങൾ NPK രാസവളങ്ങളുടെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് യാതൊരു കുഴപ്പമൊന്നുമില്ല. അത് എപ്സം സാൾട്ട് ഒരു നുള്ള് ഓർമ്മയുണ്ടല്ലോ പറഞ്ഞിട്ടുള്ളത്. ഒരു നുള്ളിലും കൂടുതലാവരുത്. 1 ലിറ്റർ 1 നുള്ളു എന്ന് കണക്കിലെടുത്താൽ മതി. പിന്നെ കാൽസ്യം നൈട്രേറ്റ് തനി തന്നെ കൊടുക്കണം. അത് മാസത്തിൽ 2 തവണ. അത് 18.8 എന്നുള്ള ഇതാണ് നമ്മൾ കൊടുക്കുന്നത് കാൽസ്യം നൈട്രേറ്റ്. അതിൽ കൂടിയ ഡോസുകൾ ഉണ്ടായിരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. മിക്കവാറും 20 തൊട്ട് താഴെയുള്ള കാൽസ്യം നൈട്രേറ്റ് ഉള്ള. ചിലർ വേറെ എന്തൊക്കെ കാൽസ്യം നൈട്രേറ്റ് കൂടാതെ വേറെ എന്തൊക്കെ ഇതൊക്കെ ഉണ്ടായിരിക്കും. അത് വരുമ്പോൾ അത് അങ്ങനത്തെ സാധനം മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടെങ്കിൽ എവിടെ നിന്നാണ് മേടിക്കുന്നത് അവിടെ നിന്ന് ചോദിച്ചറിയണം. ഇതിൽ വേറെ കാൽസ്യം നൈട്രേറ്റ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവരുണ്ടെന്ന് പറഞ്ഞ് കടക്കാൻ തന്നു വരും. അപ്പോൾ നമ്മൾ വായിച്ചു നോക്കണം അതിൽ പിന്നെ വേറെ എന്തൊക്കെയിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 5 ഗ്രാം എടുക്കേണ്ടതായിരിക്കും. അതായത് സംശയം ആ മേടിക്കുന്ന കടയിൽ നിന്ന് തന്നെ സംശയം തീർക്കണം. കാൽസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് 10 ഗ്രാം വരെ എടുക്കുക. അല്ലാണ്ട് വരുന്ന സാധനത്തിൽ മറ്റേതിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ആ സംശയം അവിടെ തീർക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് 10 ഗ്രാം വെച്ച് അത് എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ മറ്റൊന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ഡോസ് അവിടെ നിൽക്കല്ലേ. അപ്പോൾ ചിലപ്പോൾ 5 ഗ്രാം കൊടുക്കേണ്ടതായിരിക്കും. ആ സംശയം എവിടെ നിന്ന് മേടിക്കുന്നോ അവിടെ നിന്ന് ആ സംശയം തീർത്തിട്ട് കാൽസ്യം നൈട്രേറ്റ് കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഓവർ ഡോസ് കൊണ്ട് ഇല മഞ്ഞത്തിൽ പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊരു വളം കൊടുക്കുന്നതിന് മുന്നേ ആ വളത്തിൻ്റെ ഗുണത്തിനും ദോഷത്തിനും പറ്റിയിട്ട് നമുക്കൊരു അറിവ് ഉണ്ടാവേണ്ട ആവശ്യമാണ്. നിങ്ങൾ ചോദിച്ചത് നല്ല ചോദ്യമാണ്. കാരണം ഒരു അറിവിലേക്ക് വേണ്ടിയാണ് നിങ്ങൾ ചോദിച്ചത്. ഇങ്ങനെ സംശയമുള്ളവർക്ക് ആർക്കും എപ്പോഴും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബാക്കിക്ക് വെക്കണ്ട. നിങ്ങൾ ചോദിച്ചറിയുക വളത്തിനെ പറ്റിയിട്ട്. വളം കൊടുക്കുന്നത് നല്ലതിന് വേണ്ടിയാണ്. എന്നാൽ ചില വളങ്ങൾ ദോഷം ചെയ്യുന്നുണ്ട്. എന്നെ വിളിക്കുന്നവരെപ്പോഴും വിളിക്കുമ്പോൾ 7 മണിക്ക് മുന്നേ വിളിക്കരുത്. ഞാൻ പല പണിത്തിരക്കുള്ള ആൾ. ഇവിടെ ഒരുവും തിരക്കായിട്ടില്ലാത്ത തിരക്കുള്ള സ്ഥലം കൂടിയാണ് ഇവിടെ. അതുകൊണ്ടാണ് പറഞ്ഞ് വിളിക്കുന്നത്. 7 മണി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. ആരെന്ന് ചോദിച്ചാലും എല്ലാവർക്കും മറുപടി കൊടുക്കാറുണ്ട്. എന്തെങ്കിലും കാരണവശാലും നിങ്ങളുടെ ഫോൺ എനിക്ക് എടുക്കാൻ പറ്റാതെ വന്നാൽ ഞാൻ തിരിച്ച് വിളിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വരെയൊക്കെ ചെയ്തോളൂ. Shall I use urea for orchid seedlings? ഓർക്കിഡ് തൈകൾക്ക് യൂറിയ വളമായി കൊടുക്കാമോ എന്നാണ് ചോദ്യം. തൈകൾക്ക് യൂറിയ കൊടുക്കാൻ പറഞ്ഞാൽ യൂറിയയിൽ നൈട്രജൻ ഉണ്ടെന്നുള്ളത് ശരിയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം യൂറിയയിൽ നൈട്രജൻ ഉണ്ടെന്ന്. യൂറിയ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൽ അതിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ യൂറിയ മേടിക്കുമെന്ന് ചോദിച്ചറിയാത് ഇതിൽ എത്ര ശതമാനം നൈട്രജൻ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. സാധാരണ NPK എന്ന് പറഞ്ഞ വളം കിട്ടുമല്ലോ. പിന്നെ അത് കിട്ടിക്കൊണ്ടിരിക്കും, സമൃദ്ധിയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൽ പിന്നെ യൂറിയ വിലയ്ക്ക് കിടക്കാൻ പോകണം എന്തിനാണ്? അപ്പോൾ ആ യൂറിയ മേടിക്കുമ്പോൾ അതിൻ്റെ സംശയം തീർക്കേണ്ടത് എവിടെ നിന്നാണോ അത് മേടിക്കുന്നത്, അതിൽ എത്ര ശതമാനം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ല യൂറിയ എന്ന് ഉണ്ടെന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഞാനത് വ്യക്തമായിട്ട് ഒന്നും മറുപടി തരില്ല. കാരണം നിങ്ങൾ NPK കൊടുക്കുമോ, NPKയിലാകുമ്പോൾ നൈട്രജൻ വേണ്ട എത്ര ശതമാനം നൈട്രജൻ ഉണ്ടെന്നാൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള നൈട്രജൻ ഉണ്ടോ അത് മേടിക്കുക.
ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് നമ്മൾ യൂറിയയിലുണ്ടോ, യൂറിയ ഉണ്ട് വെച്ചിട്ട് അത് ഇണ്ടെന്നുള്ള പരമാർത്ഥമാണ്. പക്ഷേ അത് എത്ര അളവിലാണ് ഇറങ്ങിയിട്ടുള്ളതെന്നുള്ളൊരു ഞാനങ്ങോട്ട് വ്യക്തമാക്കുന്നില്ല. നിങ്ങളത് എവിടെ നിന്ന് മേടിക്കുന്നു അവിടെ നിന്ന് അന്വേഷിക്കും. പിന്നെ അതന്നെ, അതിൽ കൂടുതലൊന്നും പറയാനില്ല. It's true that urea contains nitrogen, but it should be known how much it contains. NPK contains the right amount of nitrogen. NPK is also available in the market, and yet why urea chooses? Sorry, I don't recommend the urea for orchid seedlings. ഫെലനോപ്സിസ് റൂട്ട് ഉണങ്ങിപ്പോകുന്നു. ഇതിൻ്റെ റൂട്ടൊന്നും അങ്ങനെ ഉണങ്ങിപ്പോണമെന്നല്ല. ഒന്നുമില്ല കടയ്ക്കുന്ന എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും. പിന്നെ ഒന്നാമത് വേര് ഉണങ്ങിപ്പോകുന്നൊരു ചോദ്യമായിട്ട് ചോദിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫോട്ടോ കൂടി അയച്ചു തരണം. ഒരു വേര് ഉണങ്ങിപ്പോകുന്ന പറഞ്ഞാൽ ഫെലോസിൻ്റെ വേണം ചീഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. വേറെ വെള്ളക്കൂടുകൊണ്ട് ചീഞ്ഞു പോകും. ഉണങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ അപൂർവങ്ങൾ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒന്നുമില്ല കടയിൽ നിന്ന് വേരിന് ക്ഷതം പറ്റുക അല്ലെങ്കിൽ പുറത്ത് കിടക്കുക എന്തെങ്കിലും ചെറിയ കാരണം കൊണ്ട് ഉണങ്ങാറുണ്ട്. ഇപ്പോൾ വെള്ളസിൻ്റെ വേരുകൾ പുറത്ത് ധാരാളം കിടക്കാറുണ്ട്. പുറത്ത് കിടക്കുന്ന എല്ലാ വേരുകളൊന്നും ഉണങ്ങാറില്ല. ചില വേരുകൾ ഉണങ്ങി കിടക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ കാരണം ഉണ്ടായിരിക്കും. പക്ഷേ എങ്ങനെയാണ് നിങ്ങളുടെ വേര് ഉണങ്ങി പോകുന്നുള്ള കാരണം എനിക്ക് നിങ്ങളുടെ അതിൻ്റെ ചിത്രം കാണാണ്ട് തന്നെ ശരിയായി മറുപടി പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അതൊന്നുമില്ല അതിൻ്റെ ഫോട്ടോ അയച്ചതിന് ശേഷം ഞാൻ വ്യക്തമായി മറുപടി തരുന്നതാണ്. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മെഡിസിൻസ് ഒന്നും എഴുതിയെടുക്കാൻ പറ്റിയില്ല, ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ആ മെഡിസിൻസിൻ്റെ പേരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. പിന്നെ അതുപോലെ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ചെയ്തിരുന്നത്. കോണസോൾ എന്നുള്ളതിനെ ഞാൻ കോണ്ടസോൾ എന്നാണ് എഴുതിയിരുന്നത്. മോളിക്യൂൾ കോണസോൾ CONO ആണ് കേട്ടോ. അതൊന്ന് തിരുത്തി വായിക്കണം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇത്ര ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അടുത്ത ക്ലാസ്സിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയെന്ന്. അപ്പോഴേ ഇങ്ങനെയാണ് നമ്മളുടെ ഐഡിയ. അതായത് ഓർക്കിഡ് നഴ്സറി നടത്തുന്നവരായിട്ടുള്ള ഓർക്കിഡ് ലവേഴ്സ്, നടത്തുന്നവരോ നടത്തിക്കൊണ്ടിരിക്കുന്നവരോ പുതുതായിട്ട് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളവരോ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളവരോ ആയിട്ടുള്ള ഓർക്കിഡ് ലവേഴ്സിന് ആണ് നമ്മൾ ക്ലാസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ഒഫീഷ്യൽ ക്ലാസ് പോലെയല്ല, ഒരു കോൺവെർസേഷൻ പോലെ, മോഹനേട്ടനും നിങ്ങളുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ പോലെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മോഹന ഓർക്കിഡ്സ് നഴ്സറിയിൽ തന്നെയാണ് നമ്മൾ അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് എ ടൈം ഒരു 4 പേർക്ക് മറ്റോ കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ക്ലാസ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ചർച്ചകൾ ചെയ്തിട്ട് ഏത് ഡേയിലേക്കാണ് ആർക്കൊക്കെ വരാൻ സാധിക്കുക എന്നതിനനുസരിച്ച് വേണം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ. അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ 2-3 ക്ലാസ് വയ്ക്കാം എന്നതുപോലെ എന്നുവരേക്കും ആളുകൾ ഇത് മതിയാക്കുന്നു അത്രയും നാൾ തുടർന്ന് പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഇപ്പോൾ ഒരു ദിവസം 4 പേര് വന്നു, പിന്നെ ഒരു 2 ദിവസം കൂടുമ്പോൾ അടുത്ത 4 പേർക്ക്, അങ്ങനെ ഒരു 2-3 ക്ലാസ് ആഴ്ചയിൽ എന്ന രീതിയിൽ തുടരാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ സൺഡേ ക്ലാസ് എടുക്കാനായിട്ട് മോഹനേട്ടന് പറ്റില്ല, അതും കൂടെ ഒന്ന് ആലോചിക്കണം. അപ്പോൾ ഈ വക കാര്യങ്ങളുടെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക്, രജിത ബാലു എന്ന നമ്പറിലെ വാട്സപ്പിലേക്ക് റിക്വസ്റ്റ് അയക്കണം, ചോദിക്കാം ഇങ്ങനെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നിട്ടുള്ള റിക്വസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാവരിനും നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഓർക്കിഡ് ലവേഴ്സിൻ്റെ, അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് നമുക്ക് ദിവസവും ഒക്കെ സമയമൊക്കെ തീരുമാനിക്കാം. അപ്പോഴേ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓർക്കിഡ് വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.